നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു സിനിമയുടെ അപ്ഡേറ്റുമായിട്ടല്ല, ഒരു രണ്ട് താരങ്ങളുടെ അപ്ഡേറ്റുമായിട്ടാണ്. ഒരു അച്ഛന്റെയും മകന്റെയും അപ്ഡേറ്റ്. നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? പിന്നെ അതിനകത്ത് കൂടുതൽ ഇതിന്റെ ആവശ്യമില്ല. ഒന്ന് മോഹൻലാലിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എന്നും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് പ്രണവ് മോഹൻലാലിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. പ്രണവ് മോഹൻലാലിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം വലിയ കാര്യമായിട്ട് സിനിമയെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തലയിൽ കൈവച്ച് ചിന്തിക്കേണ്ടതായിട്ട് വരും. കാരണം അത്ര വലിയ സംശയമാണ് അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ച്. അദ്ദേഹത്തിനില്ല എന്നുള്ളത് വേറൊരു സത്യം. എന്തുതന്നെയാലും പുള്ളി ഒരു പടം കഴിയുന്നു, പിന്നീട് ടൂറിന് പോകുന്നു, പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നു, മറ്റൊരു പടം ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത്തെ പടം വലിയ പരാജയമായി മാറിയതോടുകൂടി തന്നെ അയാൾ തീർന്നു എന്നുള്ള രീതിയിലുള്ള വലിയ പ്രകടനങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ. അതിന് ചുക്കാൻ വലിച്ചവർ ആരൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ലഹള ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്കത് തൽക്കാലം ആ ഒരു പേരുകളൊക്കെ അവിടെ നിർത്തട്ടെ. എന്ത് തന്നെയാലും പ്രണവ് മോഹൻലാലിനെ കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്തിനാണ് സിനിമ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തത്വചിന്തകന്മാരൊക്കെ രംഗത്ത് വന്നിരുന്നു. അപ്പൊ എന്തിനേലും ആ ഒരു സംഭവത്തിന് മറുപടി എന്നുള്ള രീതിയിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു സിനിമ വന്നു. ഗംഭീര പെർഫോമൻസ് കൊണ്ട് തന്നെ ആ സിനിമ വന്നു. മാത്രമല്ല അതൊരു വലിയ ഹിറ്റാക്കി മാറ്റിയെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. അതിനുശേഷം സേഫ് സോൺ എന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിൽ അതേ ടീമിന്റെ ഒപ്പം മറ്റൊരു പടം ചെയ്യുന്നു. ആ സിനിമയും സാമ്പത്തികമായിട്ട് വലിയ വിജയം നേടുന്നു. ബോക്സ് ഓഫീസിൽ ഒരു വലിയ സൂപ്പർ ഹിറ്റായിട്ട് മാറുന്നു. ഇപ്പോൾ പ്രണവ് മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന പല താരങ്ങൾക്കും ഈ പറഞ്ഞ സിനിമകളുടെ ഒന്നും ബോക്സ് ഓഫീസ് കളക്ഷനിലോടൊപ്പം എത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. എന്തിനേലും അതവിടെ കിടക്കട്ടെ. അതിനെപ്പറ്റിയും വലിയ വാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട്. 100 കോടിയുടെ 10 പടമൊക്കെ ഉള്ള നടന്മാരാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ എന്തിനേലും ആ ഒരു സംഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ പ്രണവ് മോഹൻലാൽ പുതിയ ഒരു സിനിമയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു. ഉടൻ തന്നെ അദ്ദേഹം സിനിമയിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട്. ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് രാഹുൽ സദാശിവന്റെ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട രാഹുൽ സദാശിവന്റെ ചിത്രത്തിലേക്കാണ് അദ്ദേഹം ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള വാർത്തകളാണ് കൺഫേം ആയിട്ട് വന്നിരിക്കുന്നത്. സിനിമ കൺഫേം അല്ലാതെ വന്നിരിക്കുന്നത്. എന്തിനേലും ആ ഒരു സിനിമ ഉടൻ തുടങ്ങുമെന്നുള്ള കാര്യങ്ങളൊക്കെ കൺഫേം ആണ്. ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ രാഹുൽ സദാശിവന്റെ മറ്റുള്ള ചിത്രങ്ങളെ പോലെ തന്നെ ഒരു ഹൊറർ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയായിരിക്കും ഇത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രമാണോ പ്രണവ് മോഹൻലാലിന് കൊടുക്കുന്നത് എന്നുള്ളത് മാത്രം ഇനി നോക്കിയാൽ മതി. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. മമ്മൂട്ടിയല്ല പ്രണവ് എന്നുള്ളത്. എന്തിനേലും അത്രയും വലിയ ഹെവി ഐറ്റം ഒന്നും കൊടുക്കത്തില്ല. പക്ഷെ തരക്കേടില്ലാത്ത ഒരു ചെറിയ ഒരു ഹൊറർ മൂഡിലുള്ള ഒരു സിനിമയായിരിക്കും ചെയ്യുന്നത് എന്ന് തന്നെ വിശ്വസിക്കാം. എന്തിനേലും പ്രണവ് മോഹൻലാൽ ആ സേഫ് സോണൊക്കെ വിട്ടിട്ട് നല്ലൊരു കളിക്ക് തന്നെ ഇറങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കാം. മാത്രമല്ല വേറൊരു വലിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അത് കൺഫേം ആയിട്ട് വന്നൊരു വാർത്തയാണ്. അദ്ദേഹം ഒരു തെലുങ്ക് സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളൊരു വാർത്ത. ഈ 2 സിനിമകളും ഇതേ സമയത്ത് തന്നെ തീർക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇത് കഴിഞ്ഞിട്ട് വലിയ ഏതൊരു ടൂർ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. 2 സിനിമകൾ ഒരേ സമയം പ്രണവ് മോഹൻലാൽ ചെയ്യാൻ പോകുന്നു. അതിനുശേഷം വലിയ ഒരു ഗ്യാപ്പ് എടുക്കാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് പ്രണവിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് മോഹൻലാൽ, അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള മോഹൻലാലിനെ കുറിച്ചുള്ള വലിയ 2 അപ്ഡേറ്റുകളാണ്. അതിനകത്ത് ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ട്രെയിലർ ഉടൻ തന്നെ എത്തുമെന്ന് തന്നെ നമുക്ക് പറയാം. അത് വേറെ ഒന്നുമല്ല, എമ്പുരാൻ ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ റിലീസിന്റെ സമയത്ത് അതിന്റെ റിലീസ് ആ ഒരു ദിവസമായിരിക്കും, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെയായിരിക്കും എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഏകദേശ ധാരണകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് കട്ട് റെഡിയാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ഫസ്റ്റ് കട്ട് റെഡിയാണെന്ന്. ഫസ്റ്റ് കട്ട് റെഡിയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഒരാൾക്ക് മാറി ഇരുന്നിട്ട് ഒരു രണ്ട് ദിവസമൊന്നും വേണ്ട, ഒരു ദിവസം കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്ത് ഒരു ട്രെയിലർ ഇറക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്ത് തന്നെയാലും ഇവരായതുകൊണ്ട് കുറച്ച് കാര്യമായിട്ട് തന്നെ എഡിറ്റ് ചെയ്തെടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ബറോസ് എന്ന് പറയുന്ന ചിത്രത്തിനോടൊപ്പം തന്നെ ഈ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത് വരും
വരുന്നതായിരിക്കും. അപ്പോൾ ബറോസ് കാണുന്നവർക്ക് ബറോസ് മോശമാണോ ഇല്ലയോ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് എമ്പുരാന്റെ ട്രെയിലർ കാണാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് പറയേണ്ടത്. ഇനി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മോഹൻലാൽ താടി വടിക്കുന്നു എന്നുള്ളത്. മോഹൻലാൽ താടി വടിക്കത്തില്ല, ഇനി അദ്ദേഹത്തിന് ഒരിക്കലും താടി വടിക്കാൻ പറ്റത്തില്ല, മോഹൻലാലിന്റെ അഭിനയം അതോടുകൂടി തീർന്നു, അദ്ദേഹത്തിന് ഇപ്പോൾ മരം പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിച്ച് സമാധാനിച്ച് സന്തോഷിച്ച് നടന്ന ഒരു വിഭാഗം ആളുകൾക്ക് ഒരു തലയിൽ ഇടുത്തി വീണതിന് തുല്യമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ സത്യനന്ദിക്കാടിന്റെ ചിത്രമായിട്ടുള്ള ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയിൽ താടി വടിച്ച് അഭിനയിക്കുന്നു. അത് മാത്രമല്ല, അതിനുശേഷമുള്ള MMMN എന്ന് പറയുന്ന സിനിമ മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് താടി വടിച്ചിട്ടായിരിക്കും എന്നുള്ളൊരു കാര്യം കൺഫേം ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളെല്ലാം തീർത്തതിന് ശേഷമാണ് അദ്ദേഹം പുതിയതായിട്ട് സത്യനന്ദിക്കാടിന്റെ ചിത്രത്തിലേക്ക് മാറുന്നത്. അതിന്റെ ഇടയിൽ വേറെ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് ഒന്നും തന്നെയില്ല. അതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് പിന്നീട് നേരെ പോകുന്നത് MMMN എന്ന് പറയുന്ന സിനിമയിലേക്കായിരിക്കും. അതായത് മഹേഷ് നാരായണൻ, മോഹൻലാൽ, മമ്മൂട്ടി ടീമിന്റെ ചിത്രത്തിലേക്കായിരിക്കും അദ്ദേഹം പിന്നീട് പോകുന്നത് ഇതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ താടി വളർത്താനുള്ള സമയം കിട്ടാനുള്ള സാധ്യതയില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് സിനിമകളും ഒരേ സമയത്ത് തന്നെ ചെയ്യുന്നത് കൊണ്ട് രണ്ട് സിനിമകളിലും മോഹൻലാൽ താടി ഇല്ലാതെയാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് തന്നെ വിശ്വസിക്കാം. മാത്രവുമല്ല, അപ്പോൾ ഇനി അങ്ങോട്ട് താടി വെക്കേണ്ട കാര്യം ഉണ്ടാവില്ലായിരിക്കും. എന്തിനേലും അത് എന്തുകൊണ്ടാണ് വച്ചത് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന്റെ ടൈം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു, നോർമലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മോഹൻലാലിന്റെ അഭിനയം കാണാത്തവർക്ക് അല്ലെങ്കിൽ അഭിനയം നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആരാധകരുടെ സിനിമയൊന്നും തിയേറ്ററിൽ പോയി കാണാറില്ല എന്നറിയാം, പക്ഷെ കളിയാക്കാനാണെങ്കിൽ പോലും മോഹൻലാലിന്റെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു അവസരമായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ അത് നിങ്ങളെല്ലാവരും വിനിയോഗിക്കുക എന്ന് തന്നെ മാത്രമേ പറയാനുള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ സ്ഥിരീകരിക്കാത്ത ഒരു അപ്ഡേറ്റ് ആണ്, പക്ഷെ അതിന് ഒരു സാധ്യത വലിയ കാര്യമായിട്ട് കൽപ്പിക്കുന്നുമുണ്ട്. നമ്മൾ ഏകദേശം ഒരു 2-3 മാസം മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ മോഹൻലാലിന്റെ വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ച് ചെയ്ത വീഡിയോയിൽ ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു വിട്ടിരുന്നു. അത് വേറെയൊന്നുമല്ല, മോഹൻലാലിന്റെ ഒരു ഹിന്ദി ചിത്രം വരാൻ പോകുന്നു. മോഹൻലാലിന്റെ ഹിന്ദി ചിത്രം എന്ന് ഞാൻ പറയുന്നില്ല, മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു ഹിന്ദി ചിത്രം എന്ന് തന്നെ പറയാം. വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഹീറോ, കാരണം അദ്ദേഹം അങ്ങനെയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം ഉടൻ തന്നെ തുടങ്ങുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് യഷ്രാജ് ഫിലിംസിന്റെ ചിത്രമാണ് എന്നുള്ളതും കൂടി കണക്കാക്കേണ്ടതുണ്ട്. അതായത് ഏതെങ്കിലും ഊപ്പ ചെയ്യുന്ന സിനിമയല്ല, പക്ക ഇന്ത്യയിലെ തന്നെ വമ്പൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ അവരുമായിട്ട് ചർച്ച നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തിനേലും മോഹൻലാലിന്റെ വരാനിരിക്കുന്ന വർഷങ്ങൾ അല്ലെങ്കിൽ 2025 എന്നുള്ള വർഷമെങ്കിലും വലിയ ഗംഭീരമായിട്ടുള്ള സാധനങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ഒരു ഹിന്ദി ചിത്രം കൂടി പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു. വലിയ കാര്യമായിട്ടുള്ള തെറിവിളി കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ കേൾക്കാം എന്ന് ഞാൻ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കമന്റുകളും സ്വീകരിക്കുന്നതായിരിക്കും. പോസിറ്റീവായിട്ടുള്ള കമന്റുകളെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ കുറേ ആളുകൾ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്, വളരെ കുറച്ച് ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും എല്ലാവരുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.